പരിക്കേറ്റവരുടെ ഏറ്റവും പുതിയ വിവരം എന്തെന്നാൽ, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിനോദിനെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കൊണ്ടുപോയത് എന്നാണ് നമുക്ക് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു വ്യാപാരി, അതായത് മറ്റൊരു തൊഴിലാളി കോയ ആണ് ബീച്ച് ആശുപത്രിയിലുണ്ടായിരുന്നത്. അല്പസമയം മുമ്പ് കോയയെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പരിക്ക് ഗുരുതരമുള്ളതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ചില എക്സ്റേ, സ്കാനിങ് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അവിടെയാണ് കുറച്ചുകൂടി ഫലപ്രദം എന്നുള്ളത് കൊണ്ട് അവിടേക്ക് മാറ്റിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് മാറ്റിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ നിമിഷം വരെയും ഒരു തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ്. ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് 2 പേരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി, അതായത് അവരുടെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനമായിരിക്കുന്നു എന്നാണ് എന്തായാലും കോയ വിനീതും എത്രയും വേഗം ആരോഗ്യന്മാരായി തന്നെ തിരികെ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നമ്മൾ കോർപ്പറേഷനിലേക്ക് തന്നെ അവിടെ പ്രതിഷേധം തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടറിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. സെക്രട്ടറി നേരത്തെ ആ പ്രതിഷേധത്തിലേക്ക് ആ പ്രയാസങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാവിടെ. രണ്ടാളൊന്നുമല്ല, അതൊരു വൈകാരികമായി പ്രതികരിച്ചു പോകും. സാധാരണക്കാർ മനസ്സാക്ഷിയുള്ളത് ഇപ്പോഴത് പറഞ്ഞു കേട്ടില്ലേ? ഈ സെക്രട്ടറിന്റെ മുൻപുണ്ടായിരുന്ന സെക്രട്ടറിക്ക് മാസങ്ങൾക്ക് മുന്നേ റിപ്പോർട്ട് വന്നാണ് ബിൽഡിംഗ് അൺഫിറ്റ് ആണ്. കഴിഞ്ഞ ആഴ്ച അവിടെ പുതിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ആരാ ലൈസൻസ് കൊടുക്കുന്നത്? ഇവര് കൊടുത്തിട്ടല്ലേ? ഇതുപോലെ തന്നെ മാസങ്ങൾക്ക് മുന്നേ മോഡൽ സ്കൂളിൽ കെട്ടിടം പൊളിഞ്ഞു പോകാനായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ജീവൻ ഭീഷണിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ഇപ്പോഴും പറഞ്ഞ 10 ദിവസം കൂടെ നടപടി എടുക്കുന്ന. അത് പൊളിഞ്ഞു പോയത് കുട്ടികൾ ഭരിക്കേണ്ടി വരും. ഒരു നടപടിക്കാൻ അങ്ങനത്തെ നടപടി പറ്റില്ല. ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചു പോകാൻ വന്നല്ല, പ്രതിഷേധിച്ചിട്ട് അതിന്റെ നടപടി സ്വീകരിച്ചിട്ടാണ് പോകുന്നത്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! പ്രതിഷേധം 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 യൂത്ത് കോൺഗ്രസിൽ പ്രതിഷേധം കോൺഗ്രസിൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൽ പ്രതിഷേധം പ്രതിഷേധം അനാസ്ഥയാണ് 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 കോൺഗ്രസിന്റെ അനാസ്ഥയാണ് അനാസ്ഥയാണ് കോൺഗ്രസിന്റെ അനാസ്ഥയാണ് കോർപ്പറേഷനിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് സെക്രട്ടറിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. പല വഴിക്ക് പോലീസ് അവരെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ സെക്രട്ടറി നേരത്തെ വിശദീകരണം നൽകിയിരുന്നു. സെക്രട്ടറിയുടെ വിശദീകരണത്തിൽ അലംഭാവത്തിന്റെയും അനാസ്ഥയുടെയും കാര്യങ്ങൾ തന്നെയാണ് വെളിവത്താകുന്നത്. ഫിറ്റ്നസ് ഉണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായി ഇല്ല എന്നൊരു മറുപടി ഇല്ലെങ്കിലും ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് മറുപടികളാണ് സെക്രട്ടറി നൽകി പോന്നിരുന്നത്. ഇപ്പോൾ പ്രവർത്തകരെ ഒടുക്കം അനുനയത്തിന്റെ ഭാഗം കൈവിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പ്രവർത്തകർ ഓരോരുത്തരായി 3-4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് സെക്രട്ടറിക്ക് മുമ്പിൽ കോർപ്പറേഷൻ ചേംബറിൽ പ്രതിഷേധിക്കാനെത്തിയത്. ആ പ്രവർത്തകരെ ഇപ്പോൾ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. നേരത്തെ BJP കൗൺസിലർമാരെയും സമാനമായി തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. അങ്ങനെ പ്രതിഷേധങ്ങൾ ഓരോന്നോരോന്നായി അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധ കാരണം അങ്ങനെ തന്നെ മുഴുകി നിൽക്കുകയാണ്. അതിങ്ങനെ ഏച്ചുകെട്ടിയ രീതിയിൽ തന്നെ വീഴ്ചയുണ്ടെന്ന കാര്യം പുറത്തു വരുന്ന മണിക്കൂറുകൾ കൂടിയാണ്. ആ പ്രതിഷേധത്തിന്റെ കാരണങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്, ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവരുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഓരോരുത്തരെയായി പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.